1000 രൂപ കൊടുത്താൽ ഒരു കാറ് കിട്ടുന്ന കാലമല്ലേ ഇന്നത്തെ കാലം. ഒരു 80 ആളെ കൂട്ടിയിട്ട് അങ്ങനെ 1000 രൂപ എടുത്തിട്ട് അങ്ങനെ ഒരാൾ കിട്ടിക്കെട്ടി ഇങ്ങനെ പറയാൽ അയാൾ ഉംറയിലേക്ക് പോകാം. കള്ളു കുടിക്കുന്ന മനുഷ്യനാണ്, കള്ളു കുടിക്കാൻ കൊണ്ടുപോകുന്ന മനുഷ്യന് റബ്ബിനോടൊരൊറ്റ ദുആയാണ്, റഹ്മാനായ റബ്ബേ ഇനി മേലാൽ ഞാൻ കള്ളു കുടിക്കില്ല. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു കഴിക്കണം എന്ന് പറയുന്നത്. കല്യാണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ, അതെന്താണ് സാധാരണ ഞങ്ങൾ കഴിക്കുന്നത് പോലെ ഒരു കല്യാണം അല്ലേ, അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? ഒന്ന് ആരാടാൻ, പിന്നെയോ കല്യാണം എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധമായ ദീനിന്റെ 1/3 നിർവഹിച്ചതുപോലെയാണ്. സുലുസൈ ദീൻ എന്നല്ലേ പറഞ്ഞ് 1/3 നിർവഹിച്ചത്. എന്തിനാണത് 1/3 നിർവഹിച്ചെന്ന് പറഞ്ഞത്? എന്തിനാ അത് പറഞ്ഞത്? ഒരു കല്യാണത്തിന്റെ അന്ന് നോക്കിയാ മതി ഇവൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണോ നരകത്തിലേക്ക് പോകുന്ന ആളാണോ എന്ന്. അതിന് മാർക്ക് ചെയ്താൻ പറ്റും ഒറ്റ ദിവസത്തെ. കാരണം എന്താണ്? 7 തലമാരുടെ ഒരു വലിയ പ്രൊജക്റ്റാ അവിടെ നടക്കുന്നത്. എവിടെ? കല്യാണത്തിന്റെ സദസ്സിൽ 7 തലമാരുടെ ഒരു വലിയ പ്രൊജക്റ്റാ അവിടെ നടക്കുന്നത്. ആ പ്രൊജക്റ്റ് മലീമസപ്പെടുത്തിയിട്ടാണ് ഇന്ന് കല്യാണം നടക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നത് എന്റെ മുമ്പത്തെ പ്രഭാഷണത്തിന് വെക്കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ കല്യാണം മലീമസപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവ് ചെയ്തു. 15 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 1 കോടി, 2 കോടി. എന്തിനാ ചെലവഴിക്കുന്നത്? പാവപ്പെട്ടവർക്കല്ല, പിന്നെയോ യതീമിങ്ങൾക്കും അല്ല, പിന്നെയോ മക്കളുടെ കല്യാണത്തിന് വേണ്ടി 10 ദിവസം വീട്ടില് കല്യാണം. ഒരു ദിവസമല്ല, ഒരു കല്യാണം നടക്കുകയാണ്. ആ പരിപാടി എത്ര ദിവസം? 10 ദിവസം. ആ 10 ദിവസം വിഫലമായ ഭക്ഷണങ്ങൾ. ഒരു കല്യാണത്തിന് ഒരു 45,000 രൂപയുടെ ഒരു സാരി വാങ്ങണം, അല്ലെങ്കിൽ പുതിനാട്ടിക്ക് ഉടുക്കണം. എത്ര മണിക്കൂർ? 1 മണിക്കൂർക്ക് മാത്രം, അല്ലെങ്കിൽ 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒറ്റ ദിവസം ഒന്ന് കൂട്ടിവെച്ചോ. ഒറ്റ ദിവസം കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇതിനുള്ള വില എത്രയാ? 45,000. 1 അല്ല 3. അപ്പൊ ഇതൊന്നും ഉടുത്ത് അന്നത്തെ നിസ്കാരം ഖളാ. അന്ന് നിസ്കാരമില്ല, അന്ന് ഒരു ഇബാദത്തും ഇല്ല. കാരണം മുഖം കഴുകാൻ പറ്റൂല സ്ത്രീകൾക്ക്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. മുഖം കഴുകാൻ പറ്റൂല സ്ത്രീകൾക്ക്. അവർക്ക് ഇങ്ങനെ ടിഷ്യൂല് മാത്രം ഇങ്ങനെ തുടക്കാൻ പറ്റൂ. രാവിലെ ഒന്ന് മേക്കപ്പ് ആക്കിയ. ഞാൻ കുറ്റം പറയല്ല, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെയോ അന്ന് തുടക്കാനേ പറ്റൂത്ര. എന്താ? ടിഷ്യൂ ഉണ്ട്. കാരണം എന്താ? മംഗലാപുരത്തിൽ നിന്ന് 3 മേക്കപ്പ് ചെയ്യുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ വന്നിട്ടാണ് ഇവിടെ 50,000 കൊടുത്ത് മേക്കപ്പ് ചെയ്തതാണ്. ആചാര നാട്ടിലുണ്ടോന്നല്ല അറിയില്ല. അള്ളാഹു കാത്തു സലാമത്താക്കി തെരുമാറാവട്ടെ. പക്ഷെ ഇല്ലാതിരിക്കൂല. കാരണം കേരളത്തിന്റെ ബൗണ്ടറി അല്ലേ, മണം ഉണ്ടാവുമല്ലോ, കുണം ഉണ്ടാവുമല്ലോ, മണത്തിനൊരു കുണം. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മുഖം കഴുകിയാൽ ലിഫ്റ്റിക്ക് പോവും, പിന്നെയോ കണ്ണിലേക്ക് ഇട്ട ഇത് പോവും. മറ്റേ ചുവപ്പ് കളർന്നൊക്കെ മുഖത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വല്ലാത്ത കറുത്തതിനൊക്കെ ഫുള്ളായിട്ട് വെളുപ്പാക്കി മാറ്റുന്നത്, പൈന്റ് അടിച്ചതുപോലെ. അങ്ങനെ ബിൽഡിങ്ങിലേക്ക് ഒന്ന് പൈന്റ് അടിക്കും പോലെ. പിന്നെ മഴ വന്നപ്പോഴെന്തായി? ബിൽഡിംഗ് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ എത്ര നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി. അങ്ങനെ നല്ല പൈന്റ് അടിച്ചിട്ട് നല്ല ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോ സുബ്ഹാനല്ലാഹ് 2 മഴ വീഴലോട് കൂടി അത് ഡിമ്മായി, അന്ന് കറുത്ത പാട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ ആ മഴയാണ്, ഒന്നും എടുക്കാൻ പറ്റൂല. കാരണം ഇതൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് അന്ന് നിസ്കാരം ഇല്ല. എന്ത് വലിയ തെറ്റാണത്! ലിഫ്റ്റിക്ക് പുറട്ടൽ തന്നെ തെറ്റ്, പിന്നെ മേക്കപ്പ് ധരിക്കൽ തന്നെ തെറ്റ്, അനാവശ്യമായ വസ്ത്രം വാങ്ങൽ തന്നെ തെറ്റ്. അതോടൊപ്പം നിസ്കാരമില്ലെങ്കിലോ വിശുദ്ധമായ റമളാന് നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ ഈ റമളാനിൽ താടുകേണ് അപേക്ഷിച്ചിട്ട് പോലും അല്ലാഹ് പുറത്തു തരില്ല. എന്തേ കാരണം? വീണ്ടും അങ്ങനെ ചെയ്യും. ചെയ്തില്ലെങ്കിലല്ലേ അല്ലാഹ് പുറത്തു വരുന്നത്. തോബ സ്വീകരിക്കണം. എന്ത് വേണം? ചെയ്തു പോയ തെറ്റുകളൊക്കെ റബ്ബിന്റെ മുമ്പിൽ പറയണം.
ഇനി മേലാൽ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഉറച്ച വിശ്വാസത്തിൽ അവൻ നിൽക്കണം. ഇല്ലെങ്കിൽ അവർക്ക് റമദാനിന്റെ തൗബയില്ല. റമദാനിലെങ്കാലും ഒരാൾ തൗബയില്ലാതെ പോയി കഴിഞ്ഞാലോ മരണപ്പെട്ടു പോയാലോ അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്. ഞാനല്ല പറയുന്നത്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കറിയോ തൗബയുടെ എത്ര വലിയ പവർ ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ മുമ്പിലൂടെ കടന്നു വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു കോപ്പ കള്ളുണ്ട് കേട്ടോ. ഒരു കോപ്പ കള്ള് അയാളുടെ കയ്യിലുണ്ട്. ആ കള്ളങ്ങ് പിടിച്ചുകൊണ്ടാണ് ഇയാള് വരുന്നത്. പക്ഷേ അയാൾ ഇങ്ങനെ കാണുന്നു. ആരെയാ കാണുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയാണ്. 10 കൊല്ലം അതാ പരിശുദ്ധമായ മക്കയില് അവിടുന്ന് കല്ല് കുടി മുഴുവനും നിരോധിച്ചില്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരാളും കള്ള് കുടിച്ചില്ല, ഒരാളും കള്ള് വിൽപ്പന നടത്തിയില്ല. ഇസ്ലാമിന്റെ 2ാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നപ്പോ അവിടെയും ഇസ്ലാമികമായ ഭരണം നിർവഹിക്കുകയാണ്. കള്ള് കുടിക്കാൻ വകുപ്പില്ല, ചീട്ട് കളിക്കാൻ വകുപ്പില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു ജിസ്ം മിൻ അമലി ശൈത്താൻ. കള്ളുകുടിയും ചൂതാട്ടവും ലോട്ടറിയും ലക്കടിപ്പും അതുപോലെ തന്നെ സ്കീമുകളുമൊക്കെ അത് അതാ പ്രവാചകന്മാരിൽ വെറുത്തതാണ്, പരിശുദ്ധമായ ഖുർആൻ വെറുത്തതാണ്. അതേ സമയത്ത് ദുർവൃത്തികളിൽപ്പെട്ട കാര്യമാണ്. അതിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. 1000 രൂപ കൊടുത്താൽ ഒരു കാറ് കിട്ടുന്ന കാലമല്ലേ ഇന്നത്തെ കാലം? 1000 രൂപ കൊടുത്താൽ ഒരു കാറ് കിട്ടും. പറയാതിരിക്കാൻ നിർവഹിങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റുമല്ലേ? പറയാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ സാർ. 1000 രൂപ കൊടുത്താൽ വലിയ കാറ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം അല്ലേ? ആർക്കും സംശയമില്ലല്ലോ. അത് ലക്കടിപ്പാട്. അല്ലെങ്കിൽ 1000 രൂപ വാങ്ങിയിട്ട് ഒരാൾക്ക് ബഹുമാനം കൊടുക്കുകയാണ് അല്ലേ? എന്തൊരു സംഭവം! ഇത് വെറുതെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ കൊല്ലത്തൊരു സ്ഥലത്ത് വയലിന് ചെന്നു. തിരുവനന്തപുരത്താണ്. അവിടെ അതാ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ അതാ ഉംറക്ക് കൊണ്ടുപോകുന്ന ഒരു ഉസ്താദുണ്ട്. അയാളുടെ പണി എന്തെന്നറിയോ നിങ്ങൾക്ക്? 50 ആളെ കയ്യുന്നോ 80 ആളെ കയ്യുന്നോ 1000 രൂപ വാങ്ങലാണ്. എന്നിട്ടതാ നറുക്കെടുപ്പുണ്ടാക്കുകയാണ്. ഒരാൾക്ക് അങ്ങ് പാറിക്കളഞ്ഞാൽ അയാൾ ഉംറയിലേക്ക് പോകലാണ്. അയാൾ ഉംറയിലേക്ക് പോകലാണ്. പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെയുള്ള വലിയൊരു തട്ടിപ്പ്, ഇങ്ങനെയുള്ള വലിയൊരു തമ്മാടിത്തരം ഇത് ഇസ്ലാമല്ല. കസീറൽ ഉമ്മാർ. അവസാന കാലഘട്ടമാകുമ്പോ ധാരാളം ഉംറ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നവരാണ്. എങ്ങനെയാണ് അവരുടെ ഉംറ? ഇസ്ലാമികമല്ലാത്ത ഉംറയാണ് അല്ലെ? എല്ലാവർക്കും അറിയാലോ. അത് 80 ആള് തെരഞ്ഞെടുക്കുക. അതുകൊണ്ട് എന്നോട് ഉംറയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആള് ആരും വെറുപ്പ് വെക്കണ്ട. ആ വിഷയത്തിന് നൽകാര്യം ചെയ്താൽ പ്രതിഫലം പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക്. 80 ആളെ കൂട്ടിയിട്ട് അങ്ങനെ 1000 രൂപ എടുത്തിട്ട് അങ്ങനെ ഒരാൾക്ക് ടിക്കറ്റ് ഇങ്ങനെ പറയാൽ അയാൾ ഉംറയിലേക്ക് പോകാം എന്നതുപോലെ 1000 ആളുകളെ സ്കീം എടുത്തിട്ട് ഒരു വലിയ ഒരു കാറിന്റെ ഫോട്ടോ വെച്ച് അങ്ങനെ കാർ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ അയാൾക്ക് പാസ്സായി 11 ലക്ഷം അയാൾക്ക് കിട്ടി. എവിടെന്നാ കിട്ടിയത്? അയാൾ അധ്വാനിച്ചതാണോ? അല്ല. ആരെങ്കിലും വെറുതെ കൊടുത്തതാണോ? അല്ല. പിന്നെയോ അയാൾ 1000 രൂപ കൊടുത്തപ്പോ അയാൾക്ക് കിട്ടി. അതെങ്ങനെയാ കിട്ടിയത്? അപ്പൊ ഞാൻ 1000 രൂപ കൊടുത്തു, ഉസ്താദ് 1000 കൊടുത്തു, നമ്മളെ പ്രസിഡന്റ് 1000 കൊടുത്തു, അയാൾ 1000 കൊടുത്തു, മറ്റെല്ലാം 1000 കൊടുത്തു. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഒരു 100 എണ്ണം 1000 എന്ന് വെച്ചോ. എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ഉസ്താദിനൊന്നും ഒരു കാർ വന്നു നോക്കാം, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്റെ 1000 പോയില്ലേ? അപ്പൊ മറ്റേ അധ്യക്ഷൻ ചിന്തിച്ച എനിക്കും 1000 കിട്ടി, എനിക്കൊരു കാറ് കിട്ടിയില്ലെങ്കിൽ എന്റെ 1000 പോയില്ലേ? അപ്പൊ ഈ പണം എവിടുന്നാ? ഇത് ഹറാമിയത്തിന്റെ പണമാണോ? ഈ പണം ഉപയോഗിക്കൽ ഇസ്ലാമല്ല, ഇസ്ലാം വെറുത്തതാണ്. കണ്ടോ നിങ്ങൾ?
ഇങ്ങനെ ധാരാളം തട്ടിപ്പിന്റെ കാലമാണ് ഇന്നത്തെ കാലം. ഏത് വിഷയത്തിലായാലും തട്ടിപ്പിന്റെ കാലമാണ്. മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചത് ഹറാമിയിൽ നിന്ന് മുളച്ചതോ അത് നരകവുമായി ബന്ധപ്പെട്ടതാണ്, നരകത്തിലേക്കാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്കറിയാമോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് കള്ളു കുടിക്കുന്ന ആളുകളില്ല ഖലീഫയായി ഭരണം നടത്തുന്ന സമയത്ത്. പക്ഷേ ഒരാള് കള്ളുമായി കൊണ്ടിങ്ങനെ കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന വഴിയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത്. അയാൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ കണ്ടുപോയി, പടച്ചവൻ ആരാ വരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണല്ലോ. എങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ്? കിസ്റ കൈസറും നെട്ടുന്നതാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇതാ മംഗലാപുരത്തിന്റെ പമ്പയിൽ നടന്നു പോയാലോ, അതേ ഉടുപ്പിയിൽ ഒരു ശൈത്താന് നടക്കൂല, അതേ കോഴിക്കോടിലൊരു ശൈത്താനും പോകില്ല. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടന്നു പോയ ഒരു വഴിയിലൂടെ പിന്നെ ആ വഴിയിലൂടെ ശൈത്താനിക്ക് പോകാൻ കഴിയില്ല. പിന്നെയല്ലേ കള്ളുകുടിയന്മാര് പോകുന്നത്, പിന്നെയല്ലേ വ്യഭിചാരികൾ പോകുന്നത്, പിന്നെയല്ലേ തമ്മാടികൾ പോകുന്നത്. അപ്പോഴാ ഇയാൾ കുടുങ്ങിപ്പോയി, പടച്ചോനെ ഞാനിപ്പോ എന്ത് ചെയ്യാ? ആരാ വരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഇപ്പൊ എന്നെ കാണൂലേ? കാണും. ചോദിക്കും എന്താ കയ്യിലോ? അപ്പൊ ഞാന് കള്ളുന്ന് കാണിച്ചാ എന്താവും? പിന്നെ തീരെ ഒന്നും ഉണ്ടാവൂല. എന്റെ കഴുത്തൂടെ വെട്ടിക്കളയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. സ്വന്തം മകനെ വരെ വെട്ടില്ല അല്ലേ? സ്വന്തം മകൻ വിഭജിച്ചപ്പോ കൊണ്ടുവന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിഭജിച്ചപ്പോൾ കൊണ്ടുവന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറിയാതെ ഉമ്മ ഭക്ഷണം കൊടുത്തു. മോനെ ഭക്ഷണം കഴിച്ച വാപ്പ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് വായിൽ ഇങ്ങനെ ഭക്ഷണം എടുക്കേണ്ട താമസമാണ്. വാപ്പ മുമ്പില് മോനെ ഭക്ഷണം കഴിക്കാൻ നിനക്ക് സമയമില്ല, ഇറങ്ങി, നിന്നെ ഞാൻ ശിക്ഷിക്കുകയാ ഇസ്ലാമിന്റെ നിയമപ്രകാരം. മകനെ നോക്കിയില്ല, ശിക്ഷിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെയല്ലേ നമ്മളെ വിഷയം? ആര് ഈ മനുഷ്യൻ ചിന്തിക്കുക? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്നെ വിടുവോ? സുബ്ഹാനല്ലാഹ്. ഇയാളങ്ങ് പേടിച്ചങ്ങ് വിറച്ചു പോയി. റബ്ബേ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മുമ്പിലെ വെട്ടതോ, കളവ് പറയാൻ കഴിയില്ലല്ലോ, തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഞാൻ കുടുങ്ങിപ്പോയല്ലോ. ആരാ വരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. എന്റെ കയ്യിലുള്ളത് കള്ളാണെങ്കിൽ അറിഞ്ഞു പോയാൽ എന്നെ കൊന്നുകളയുമല്ലോ. എന്ത് ചെയ്യണമെന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്തിലാണ് സുബ്ഹാനല്ലാഹ് ആ മനുഷ്യന് റബ്ബിനോടൊരൊറ്റൊരു ദുആയാണ്. കള്ളു കുടിക്കുന്ന മനുഷ്യനാണ്, കള്ളു കുടിക്കാൻ കൊണ്ടുപോകുന്ന മനുഷ്യന് റബ്ബിനോടൊരൊറ്റ ദുആയാണ്. റഹ്മാനായ റബ്ബേ, ഇനി മേലാൽ ഞാൻ കള്ളു കുടിക്കില്ല, ഇനി മേലാൽ ഞാൻ കള്ളു കുടിക്കില്ല. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് വരുന്നത്. എന്നെ കണ്ടാൽ കൊന്നുകളയുമല്ലോ, അതുകൊണ്ട് എന്നെ നാണക്കെടുത്തരുത് റബ്ബേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പില് എന്നെ നീ പെടുത്തിക്കളയരുത് റബ്ബേ. ഇനി മേലാൽ ഞാൻ കള്ളു കുടിക്കില്ല. അത് ഉറച്ച തൗബയായിരുന്നു, അത് വളരെ വിശ്വാസമുള്ള തൗബയായിരുന്നു. അത് എന്താണ് ഞാൻ പറഞ്ഞു? ഇതാണ് നല്ല തൗബ. എങ്ങനെയാ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇപ്പൊ കൊന്നുകളയും, അതുകൊണ്ട് ആ കൊന്നുകളയാതിരിക്കാനുള്ള തൗബയാണ്. ചെയ്തു പോയ തെറ്റുകളെല്ലാം റബ്ബിനോട് പറഞ്ഞ് മേലാൽ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെ റബ്ബിനോട് നീ തൗബ ചെയ്ത് മടങ്ങിയാൽ നിനക്ക് തൗബയുണ്ടല്ലോ. ഇദ്ദേഹം ഈ ദുആ ചെയ്തുകൊണ്ട് ഈ കള്ളിന്റെ കുപ്പി ഇങ്ങനെ പിടിച്ചു കെട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭയങ്കര സ്പീഡിൽ നടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്.
ഉഹുദ് പർവ്വതം വരെ കുലുങ്ങിയപ്പോഴാ അല്ലേ? ഉഹുദ് പർവ്വതം കുലുങ്ങിയില്ലേ? നിങ്ങൾ പോയവരല്ലേ പലരും ഉംറയിലേക്കും പിന്നെ പോയവരല്ലേ മക്കയിലേക്ക്? മക്കയുടെ നേരെ വലത് ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക്, പിന്നെ മദീനയിലെ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വലത് ഭാഗത്തേക്ക് നോക്കിയാൽ വലിയ മല കാണാം. അതേ ഉഹുദ് പർവ്വതം. ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കൊട്ടാരമാകുന്ന മഖ്ബറ അതിന്റെ ഉള്ളിൽ കാണാം. സലഫികൾ പറയുന്നത് പോലെ ശിർക്കും കുഫറൊന്നും അല്ല. അവിടെ വലിയ ആ കെട്ടിടം ഒരു വലിയ ഗേറ്റ് തന്നെയുണ്ട് ചുറ്റുഭാഗത്ത്. ഇപ്പോൾ മദീനയിൽ നിന്നാൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു സ്ഥലമാണ് ഉഹുദ് പർവ്വതം. കാരണം മുമ്പൊക്കെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായത്, ഇപ്പൊ അതൊക്കെ തട്ടി പൊളിച്ചു പോയവർക്കൊക്കെ അറിയാം.